ഒരു വർക്ക് ഓർഡർ കിട്ടിയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴായിരുന്നു ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായത്. അതെങ്ങനെ മേക്ക് ചെയ്തെടുക്കും എന്നുള്ള കാര്യം ക്ലയൻറ്റും ഞാനും കൂടി ഇരുന്ന് ആലോചിച്ചു. 2-3 തവണ ആലോചിച്ചു, എന്ത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ക്ലയൻസിനൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഫാബ്ടെക് അത് വളരെ മനോഹരമായി തന്നെ അത് മേക്ക് ചെയ്ത് കൊടുക്കുമെന്നൊരു വിശ്വാസം, ട്രസ്റ്റ് അവർക്കുണ്ട്. ആ വിശ്വാസം കളയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്കത് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. മെറ്റീരിയൽസ് എല്ലാം ഇറക്കി. അപ്പം എന്തായിരുന്നു ചലഞ്ചിങ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. ഫ്രണ്ട് ഏരിയ വരുന്നത് സ്പാൻ ഇച്ചിരി കൂടുതലാണ്. അത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇങ്ങോട്ട് ചെയ്യുന്നത്. ഈ താഴെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ പില്ലേഴ്സ് ഒന്നും വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളവിടെ കാണുന്ന മതിൽ ടോപ്പിലാണ് പില്ലർ വരേണ്ടത്. പിന്നെ അവിടുന്ന് ഈ ഒരു പോർഷനിലേക്ക്, അതായത് ഏകദേശം 16 അടിയോളം നീളമാണ് വരുന്നത് പോർച്ച്. കാറിൻ്റെ ഫ്രണ്ട് ബാക്ക് അത് 16 അടി നീളം വരുന്നുണ്ട്. വീതി വരുന്നത് ഫ്രണ്ട് മുമ്പശത്ത് വരുമ്പോഴത്തേക്കും 21 അടിയോളം വീതി വരുന്നുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ 18 അടി. ഈ ഒരു കണക്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? വീടിൻ്റെ ഫ്രണ്ടിലെ ഏരിയ എന്ന് പറയുന്നത് വീതി ഏകദേശം ഇച്ചിരി സ്പാൻ കൂടുതലാണ്. 25 അടി 26 അടിയോളം ഫ്രണ്ടിലെ സ്പാൻ വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പം ജസ്റ്റ് കഷ്ടിച്ചൊരു 18 അടി 20 അടി ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് തൂണ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മുറ്റത്ത് കൊടുക്കാനായിട്ട് കഴിയില്ല. കാര്യം നമുക്ക് സ്ക്വയറായിട്ട് ഈ പോർഷൻ നമുക്ക് എടുക്കാൻ കഴിയില്ല. പിന്നീട് വീട് അല്ലെങ്കിൽ പ്ലോട്ട് വന്നിരിക്കുന്നത് ഏത് രീതിക്കാണോ അതേ രീതിക്ക് തന്നെ നമുക്കതിനെ ഡിസൈൻ ചെയ്ത് മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു ചലഞ്ചിങ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ ചലഞ്ചിക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഒരു പ്ലാനുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ പ്ലാൻ പ്രകാരമാണ് വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വർക്ക് ഇനി മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കുക. കണ്ടു കഴിഞ്ഞ് ഏറ്റവും അവസാനമൊക്കെ ആയി വരുമ്പോഴത്തേക്കിന് 3-4 ദിവസം കൊണ്ട് നമ്മുടെ വർക്ക് തീരും കേട്ടോ. അപ്പം നിങ്ങളപ്പോഴത്തേക്കിന് ഈ വർക്ക് മുഴുവൻ ഒന്ന് കണ്ടു. അവസാനമാകുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. എന്തൊക്കെ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കണ്ടോ? നേരത്തെ ഈ ഭാഗത്ത് പോർച്ച് ഇല്ലായിരുന്നു, ഇപ്പോൾ ആ ഭാഗത്ത് പോർച്ച് വന്നിട്ടുണ്ട്. പോർച്ചിന് വന്നിരിക്കുന്ന ഒരു സ്ട്രെച്ചർ ഫ്രെയിം സെക്ഷൻ കണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോർച്ച് അവിടെ ഉള്ളതായിട്ട് അറിയത്തില്ല. പകരം ഫ്രണ്ടിലൊരു ലൈൻ എൻ്റെ കൈ കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വര ഇട്ടിരിക്കുന്ന ഒരു ലൈൻ വന്നേക്കുന്നതായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. കുറച്ചും കൂടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. അടുത്തേക്ക് ചെല്ലുക. അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അടുത്തേക്ക് ചെല്ലും തോറും ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ ഈ മുൻഭാഗത്തായിട്ട് കുറച്ച് ഭംഗിയുള്ള ഒരു രീതിയിൽ സെക്ഷൻ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുമ്പിൽ കൊടുത്തിരിക്കുന്നത്
ആർക്ക് 3 എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. 6 ഇഞ്ച് കനം വരും, 3 ഇഞ്ച് വീതി വരുന്നത്. അതായത് കുറച്ച് വലിപ്പമുള്ളതും സ്ട്രെങ്ത്, അതായത് ബലമുള്ളതുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന GP ആണ്, 14 ഗേജാണ്. അതായതുകൊണ്ട് 14 ഗേജ് കൊടുത്തോണ്ട് തന്നെ പ്രയോജനം എന്ന് പറഞ്ഞത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെ വരുന്ന സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 24 അടിയോളം വീതി വരുന്നുണ്ട്. ഈ വീതിക്കിടയ്ക്ക് ഒരു കുറച്ച് ചെറിയ ഒരു 1 ഇഞ്ച്, അതായത് 25 mm പോലും ഇതിനൊരു തുടി ഉണ്ടായിട്ടില്ല. ഒരു ഷേക്കിങ്ങോ ഒരു എന്താ പറയുക, ഒരു വളവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് അത്രയും വലിയൊരു ട്യൂബ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. ഇതിൻ്റെ മാസ്റ്റർ ലെഗ് വന്നിരിക്കുന്നത് പില്ലർ പോലെ വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മുറ്റത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്നു ഈ മതിലിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് മാസ്റ്റർ ലെഗ്. ഇതുപോലെ തന്നെ ലാസ്റ്റിലും മാസ്റ്റർ ലെഗ് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വന്നിരിക്കുന്നതാണ് റാഫ്റ്ററിൻ്റെ ലെഗുകളാണ് വന്നിരിക്കുന്നത്. റാഫ്റ്റർ ലെഗ് എന്ന് പറയുന്നത് 5x2.5. ഇപ്പം ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ബോർഡറിനെക്കാട്ടിൽ കുറച്ചും കൂടെ അളവ് കുറഞ്ഞതാണ്. 1 ഇഞ്ച് കൂടെ സൈസ് വിട്ട് വീതി കുറവുള്ള സൈസാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഫുള്ളായിട്ട് റാഫ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്ത് ഉത്തരം എന്ന് പറയുന്ന സംഭവം 5 ഇഞ്ചിൻ്റെ ആ സെക്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് കൊടുത്തിരിക്കുന്ന പർലിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് 2x1. കുറച്ച് വീതിയുള്ള ഒരു പർലിംഗ് സെക്ഷൻ കിട്ടിയാൽ അതിന് പ്രയോജനം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. തീർത്തും നാരോ ടൈപ്പ് ട്യൂബുകൾ കൊടുക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വീതിയുള്ള ടൈപ്പ് കൊടുക്കുന്നത്. അതുകൂടാതെ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈനറിൻ്റെ ഷീറ്റാണ്. ഉണ്ടോ, സീലിംഗ് ചെയ്തതുപോലെ തന്നെയല്ലേ നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. സ്ട്രക്ചർ വർക്ക് അത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ ആ ഷീറ്റ് കിടക്കുന്നതിൻ്റെ ഭംഗിയും അതിനൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഗോൾഡൻ ബ്രൗൺ വിത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മളത് കുറച്ചുകൂടെ ഡാർക്ക് ആക്കി കൊടുക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ ആ ഒരു ഷോ കിട്ടാൻ വേണ്ടി തന്നെ കൊടുക്കും. കാര്യം ഇങ്ങനെ കൊടുത്താലെന്ന് പറഞ്ഞാലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പെയിൻറ്റിങ് കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് ഡിം ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് കുറച്ചുകൂടി ഡിം ആകുമ്പോൾ പിന്നെ അത് ഒന്നും കൂടെ ആ ഷോ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ടോപ്പ് സൈഡ് വരുന്നത് ഗ്രേ കളർ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. അതൊന്ന് കാണിച്ചു തരാം. ഇതിന് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ മാസ്റ്റർ ലെഗിൻ്റെ പീസ് വന്നിരിക്കുന്നത് ഇത് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അത് ഈ കോമ്പൗണ്ട് വാളിൻ്റെ മുകളിൽ നമ്മൾ പ്ലേറ്റ് അടിച്ച് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ പീസും ഇതൊരു സ്ട്രെങ്തിന് വേണ്ടി മാത്രമല്ല, ഒരു ഷോ ഭംഗി ആ യൂണിക് സ്റ്റൈൽ നമുക്ക് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് ലൈനർ എന്ന് പറഞ്ഞ ഷീറ്റിൻ്റെ ഒരു ഏരിയ ആണ്. കണ്ടോ, ലൈനർ ഷീറ്റ് ഗ്രേ കളർ, ഗോൾഡൻ ബ്രൗൺ വിത്ത് ഗ്രേ കളർ അങ്ങനെ ഒരു ഷീറ്റ് വരുന്നുണ്ട്. ഷീറ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലോട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തെല്ലാം ഭിത്തിയോട് ചേർത്തിട്ട ഭാഗത്തെല്ലാം നമ്മൾ സിലിക്കോണിൻ്റെ സീലൻ്റ് ഇട്ടിട്ടുണ്ട്. കാര്യം ആ ഒരു ഭിത്തി വഴി വെള്ളം താഴേക്ക് ഇറങ്ങിയാൽ ഇവരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ലൈനറിൻ്റെ ഷീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ റിബിൻ്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ വളരെയധികം ഒതുങ്ങി ഒരു ലൈൻ ഇട്ട പോലെ തന്നെ കിടക്കും. നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനറിൻ്റെ ഷീറ്റ് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഷീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ അടുത്ത് വേറെ സ്ഥലത്ത് കാണിച്ചു തരാം. നമുക്ക് ഏകദേശം ഒരു 2 3 ഉണ്ടോ, ഇവിടെ നിന്ന് ഞാൻ കയറ്റിയിട്ടിരിക്കുന്ന 3 4 റിബോൾ ഇവിടെ കയറ്റിയിട്ടുണ്ട്. 2 3 4. അത് ലാസ്റ്റ് ഷീറ്റ് വന്നപ്പം റിബ് ഒരെണ്ണം കൂടുതലുണ്ടായിരുന്നു, നമ്മൾ കയറ്റിയിടുന്നുള്ളൂ. നമ്മൾ സാധാരണയായിട്ട് കയറ്റിയിടുന്ന 3 റിബോളം കയറ്റിയിടും. കാര്യം ഈ റിബിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് വെള്ളം കയറി ഇറങ്ങി ഒരു പക്ഷേ ലീക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടൊരു 3 കോർ കയറ്റിയിടുന്നത്. നമ്മൾ സാധാ ഷീറ്റ് വരുന്നതിന് ഒരു കോർ കയറ്റിയിട്ട് ഒരു റിബിൻ്റെ ഹൈറ്റ് കയറ്റിയിട്ടാൽ മതി, അത് തന്നെ ധാരാളമാണ്. പക്ഷേ ലൈനറിന് 2 3 റിബിനടുത്ത് തന്നെ നമ്മളത് കയറ്റിയിടണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ലീക്കിങ്ങിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഭാഗം പൂർത്തിയായി. പിന്നെ ഈ ട്യൂബിന് അവിടെ ജോയിൻറ്റ് വരുന്നിടത്ത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലാപ്പിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ടാർ ഷീറ്റിൻ്റെ പുതിയൊരു വേർഷനാണ്. കാര്യം ഇതുവഴി ഈ ഒരു ഭാഗം വഴി താഴേക്ക് വെള്ളം ഒലിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചില ഭാഗങ്ങളിലൊക്കെ മിക്കവാറും വെള്ളം ഒലിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മാക്സിമം അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വർക്കുകളെല്ലാം എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ആ ഭിത്തിയുടെ ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തെ ലാസ്റ്റ് പോർഷനാണ്. ഈ ലാസ്റ്റ് പോർഷൻ വന്നിടത്തും സിലിക്കോണിൻ്റെ സീലൻ്റൊക്കെ ഇട്ട് ക്ലിയറാക്കി അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതുകൊണ്ടാണ് ആ ഒരു ഭാഗം വഴിയുണ്ട്, ആ ഭിത്തിയുടെ ആ ഒരു സൈഡ് ഭാഗം വഴി വെള്ളം താഴേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അതിനൊരു കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ. കാര്യം അവിടെ നല്ലൊരു ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട്, അത് നമുക്ക് ബ്രേക്ക് ചെയ്ത് കളയാനായിട്ട് താല്പര്യമില്ല. അതിന് നമ്മൾ മറ്റൊരു പരിപാടി താഴെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുവഴി വെള്ളം താഴേക്ക് ഒലിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് വെള്ളം ഒലിക്കും. പക്ഷേ എന്നാൽ ഇവിടെ മുതൽ പോർച്ചിൻ്റെ ഏരിയക്കകത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ നിങ്ങൾ വീഡിയോയ്ക്ക് നേരത്തെ കണ്ടു കാണുമായിരിക്കും, ഒരാൾ ഇവിടെ ബ്ലോക്ക് വെച്ചൊക്കെ കെട്ടി ഇങ്ങനെ തേക്കുന്നത്. ഇങ്ങനെ അത് ഈ ഒരു ഭാഗം ഫ്രണ്ട് പോർഷൻ വരെയുള്ള ഭാഗത്ത് ഒരു തടയണ പോലെ നമ്മളത് കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന വെള്ളം ഒരു കാരണവശാലും നമുക്ക് ഈ പോർച്ചിൻ നമ്മുടെ ഈ കോമ്പൗണ്ട് ഏരിയക്കകത്ത് വീഴാതെ ഈ വശം വഴി പുറത്തേക്കും
ഇതാ ഈ വശം വഴി പുറത്തേക്കും വീണത് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും, നമ്മുടെ വർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. എനിക്കത് ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഇഷ്ടമായി. നല്ല വർക്ക് തന്ന ആ ക്ലയൻറ്റിനും ബിഗ് താങ്ക്സ് ഈ സമയം പറയുകയാണ്. അതോടൊപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും ബിഗ് താങ്ക്സ്. ക്ഷമയോടെ ഇന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഞങ്ങൾക്ക് നല്ല വർക്കുകൾ ഞങ്ങൾക്ക് ഡിഫറൻറ്റ് സ്റ്റൈലിൽ തരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഫ്രീ ബില്ല് തരുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ചില ആൾക്കാർ അവരുടെ കോൺസെപ്റ്റും കൂടെ നമ്മളോടൊപ്പം കൂട്ടിവെക്കുകയും അതോടൊപ്പം ആ വർക്കിനെ മനോഹരമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റോട് ചേർത്ത് വെച്ചിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. എന്തായാലും ഈ വർക്കിൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് പൂർത്തിയാവുകയാണ്. കുറച്ച് ക്ലിപ്പിങ്സും കുറച്ച് ഫോട്ടോസും ഒക്കെ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം വീണ്ടും മറ്റൊരു സൈറ്റിൽ വീഡിയോ ആയിട്ട് വരും. അതുവരെയും സൈനിങ് ഓഫ് പറയുന്നു. എബി ജോസഫ്, ഫാബ്ടെക് മീഡിയയ്ക്ക് വേണ്ടി.